തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കി, മിനിമം വേതനം ഇല്ലാതാക്കി, മിനിമം വേതനം ഇല്ലാതാക്കി. സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക. തടയുക, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക. ദേശീയ പണിമുടക്ക് സിന്ദാബാദ്. അറുതി വരുത്തിക്കൊണ്ട് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മുതൽ എല്ലാ തൊഴിലുറപ്പുകളിൽ കൂടി കർഷക ദ്രോഹ നടപടികൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾക്കെതിരെയാണ് നമ്മളിവിടെ ഈ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. കാലകാലങ്ങളായി തുടർന്നു വരുന്ന പോരാട്ടഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർ 10 പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കടമയിലേക്ക് അങ്ങനെയാണ്. ആദ്യമായിട്ട് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷനും INTUC റീജിയണൽ മാനേജറുമായ അബു മൊയ്ൻ സാഹിബിനെ ഈ യോഗത്തിൻ്റെ സ്വാഗതം. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള മൂവാറ്റുപുഴ പ്രിയങ്കർമ്മയാണ് പാർട്ടിക്കുള്ളവൻ. അതിലും ഒരു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യും. INTUCയുടെ നേതാവ് ശ്രീ KP ബാബുച്ചനും മണ്ഡലം പ്രസിഡന്റ് സുനീൽ പനക്കൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ കവലി ഇബ്രാഹിംക തുടങ്ങിയതെല്ലാം നേതൃത്വമുണ്ട്. പ്രത്യേകിച്ച് അവരെ ഏകദേശം സ്വാഗതം ചെയ്യുകയാണ്. INTUC അധ്യക്ഷ പ്രസംഗം വഴിയെ നടത്തിക്കൊള്ളാം. അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ആവശ്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ടാകണ്ടേ? ഒരു തൊഴിലുടമയെ പോലെ തൊഴിലാളി സംഘങ്ങൾക്ക് അധികാരമുണ്ടായിരുന്ന കാലഘട്ടം നമുക്ക് നഷ്ടപ്പെട്ടു. അതിൽ പ്രതിഷേധിക്കാനാണ് രാജ്യവ്യാപകമായി ഇന്ന് കോടാനുകോടി തൊഴിലാളികൾ രാജ്യത്തെ തൊഴിലാളികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വ്യവസായ സംരംഭകരെ രക്ഷിക്കാനാണ്. തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറക്കിയാൽ അവകാശങ്ങൾ അവകാശങ്ങളുണ്ട്. ഞാനൊക്കെ വ്യത്യസ്ത യൂണിയനുകൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് എത്ര നാളത്തേക്ക് എന്ന് അതിന്റെ അടിയിൽ എഴുതപ്പെടും. 2 വർഷം. ആ 2 വർഷം തൊഴിലാളി മറ്റ് ചില ആളുകൾക്ക് രാജ്യത്തിന്റെ തൊഴിൽ മേഖല കുത്തക അവകാശമായി പതിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് ഇങ്ങനെ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാലോചിക്കുമ്പോൾ ഇവരുടെ സ്വാർത്ഥ താല്പര്യം ഇത്തരം സംഘടിതമായ ട്രേഡ് യൂണിയനുകൾ സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി KN ജമാൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുനീൽ പനക്കൽ,
ബഹുമാനായ മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു, UDF കൺവീനർ ശ്രീ MS എൽദോസ്, മറ്റു സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഐക്യ ട്രേഡ് യൂണിയൻ്റെ സമരത്തെപ്പറ്റി നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് പറഞ്ഞു.